ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫോറം മാളിലാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്തുള്ള ഫോറം മാളിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും ഈ ഫോറം മാളിലേക്ക് വരാറില്ല. ബിക്കോസ് നമ്മുടെ വീടും ഇതും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരാറില്ല. അപ്പോൾ നമ്മളിന്ന് വേറൊരു വഴി പോകുന്ന വഴി നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയതാണ്. ഓക്കെ. അപ്പം നമ്മൾ ഫോറം മാളിൽ അവിടുന്ന് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡൊമിനോസിൽ നിന്ന് ഒരു പിസ്സയായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തു. അതെ, നമ്മുടെ ഫുഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാർബിക്യൂ ചിക്കൻ ആയിരുന്നു കേട്ടോ. ബാർബിക്യൂ ചിക്കൻ്റെ പിസ്സയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും തന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒറിഗാനോയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും സോസും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കിട്ടിയ സംഭവങ്ങളെല്ലാം കുറച്ച് വീതം അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് സോസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും കൂടെ ആക്കി. ആ ഒരു സോസിൻ്റെ ആ ഒരു പുളി ടേസ്റ്റും കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഒരു നല്ല രസമല്ലേ. അപ്പോൾ അതേ നമ്മുടെ പിസ്സ നല്ല ചൂടുണ്ടായിരുന്നു. ഞാനതൊന്ന് കട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് പാടുപെട്ടു. ഇതേ കൈ ഇങ്ങോട്ട് എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ഒരു പീസ് കഷ്ടപ്പെട്ട് ഞാൻ എടുത്തു. ഇതേ നല്ല ചീസൊക്കെ, നല്ല സാധനമായിട്ട് ചീസൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു പീസ് എടുത്ത് കുറച്ച് നേരം ആ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാനിങ്ങനെ ഊതിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാനൊരു ബൈറ്റ് എടുത്തു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിസ്സ സൂപ്പറായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആ സംഭവം. നല്ല ചീസും ആ ഒരു ചിക്കൻ്റെ പീസും എല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ പിസ്സ കഴിക്കുകയാണ്. ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നല്ല വിശപ്പുണ്ട്, പക്ഷേ നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ ഓരോ ബൈറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ പിസ്സ നമ്മളിങ്ങനെ കഴിച്ചു. പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് എക്സ്ക്യൂസ് ജ്യൂസ് ബാസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചെറുതായിട്ട് വെള്ളം കുടിക്കാമെന്ന് കരുതി നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്കൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നേരെ നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ അതേ അവിടെ ഷെയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ബനാന മിൽക്ക് ഷേക്കും പിന്നെ ഒരു ചിക്കു മിൽക്ക് ഷേക്കും ആയിരുന്നു ഓർഡർ ചെയ്തത്. റേറ്റ് ഒരു 79, 69 ആ ഒരു റേറ്റൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ നമ്മൾ ഷേക്ക് ഓർഡർ ചെയ്ത് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ടേക്ക് അവേ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ദേ നമ്മൾ വേറെ ഒരു സീറ്റ് പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ബനാന ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കി. ബനാനയും ചിക്കുവും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം ഷേക്ക് എനിക്ക് അത്രയ്ക്ക് ഒരു തിക്നെസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വലിയ കുഴപ്പമില്ലായിരുന്നു, കുടിക്കാം ആ ഒരു ഇത് എനിക്ക് തോന്നിയുള്ളൂ. നമ്മൾ സാധാരണ ഷേക്കിനൊക്കെ ഒരു തിക്നെസ് ഒക്കെ ഇല്ലേ, ആ ഒരു ഇത് ഫീലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു ജസ്റ്റ് ഒരു ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളത് കുടിച്ചിട്ട് നമ്മൾ നേരെ ഇനിയിപ്പം ഫോറം മാളിൻ്റെ താഴേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാളിൽ. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പുൽക്കൂടും അങ്ങനെയുള്ള കുറേ പുൽക്കൂടല്ല, ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ നേരെ ഇനി ഫോറം മാളിൽ നമ്മൾ ഇറങ്ങി. അവിടുന്ന് അപ്പോൾ നമ്മൾ നേരെ യാത്ര ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളൊരു ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടു. അപ്പോൾ അവിടെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് കരുതി കയറിയതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കോഫിയും പറഞ്ഞു, പിന്നെ നമ്മളൊരു ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഡബിൾ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ പെപ്പറൊക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഓംലെറ്റ് കഴിക്കാൻ കേട്ടോ. ഓംലെറ്റ് ചൂടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോഫി പിന്നെ പറയണ്ട, ഇന്ത്യൻ കോഫി ഹൗസിലെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഞാൻ അവിടെ കോഫിയാണ് മിക്കവാറും തന്നെ പോകുമ്പോഴത്തേനും കുടിക്കാറ്. അപ്പോൾ നമ്മളൊരു ഓംലെറ്റും കോഫിയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ നമ്മൾ പോയത് നമ്മുടെ ലുലു മാളിലേക്കാണ്. അപ്പോൾ ലുലു മാളിൽ നമ്മൾ ഏകദേശം വൈകിട്ടത്തേക്കാണ് എത്തിയത്. ലുലു മാളിലെ വലിയ ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.